വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ രാഘവൻ നായർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് സത്യയും പപ്പിയും കൂടി ഹോട്ടൽ കയറി പോവുകയാണ്. അന്നേരം സത്യ അങ്ങ് സന്തോഷത്തോടെ അങ്ങ് നിറഞ്ഞ കണ്ണുകളോടെ രാഘവൻ നായർ നോക്കി യാത്ര അയക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രാഘവൻ നായർ കരുതുകയാണ് ഭാമയുടെ കണ്ണിലെ കരട് തന്നെയാണ് സത്യ. അതിപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണെന്ന് അറിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അതിപ്പോൾ ഭാമയെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. പക്ഷെ ഞാൻ മറന്നുപോയാലോ, അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ബാഗുമായിട്ട് പോകുന്നുണ്ട്. അന്നേരം മോനെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം എഴുതരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തിനാന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ഞാൻ മറന്നു പോവും, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എഴുതരാമല്ലോ എന്ന് പറയുന്നുണ്ട്. കുട്ടി ബാഗ് തുറന്ന് പേപ്പറും ബുക്കിൽ പേന എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി എഴുതുന്നുണ്ട്. എന്നിട്ട് അതിനെനിക്ക് കീറി തന്നേന്ന് പറയുമ്പോൾ അത് ആ കുട്ടി കീറി കൊടുക്കുകയാണ്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നല്ല കുട്ടിയാട്ടോ എന്നും പറഞ്ഞ് ആ കുട്ടിയെ ചേർത്ത് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി അങ്ങ് പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ആ പേപ്പർ ഇങ്ങനെ നോക്കി ഒന്നും കൂടി വായിച്ചിട്ട് അതിങ്ങനെ പോക്കറ്റിൽ ഭദ്രമായിട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ സന്തോഷം ഭാമയെ അറിയിക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം അവിടെ കളക്ട്രേറ്റിലെ വിഷ്ണു ആണെങ്കിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ലഡുവൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. മോനെ ഒന്നെടുത്തേന്നും പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലഡു എടുത്തിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താ വിശേഷവും ചോദിക്കുമ്പോൾ ജോലി കിട്ടിയ സന്തോഷത്തിനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശമ്പളം വാങ്ങുമ്പോൾ അതൊക്കെ മാറുമെന്ന് പറയുകയാണ്. അന്നേരം അതെന്താണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അല്ല കിട്ടുന്നത് ഒന്നിനും തികയില്ലല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് അങ്ങോട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ അനുപല്ലവി വരുന്നുണ്ട്. അനുപല്ലവിക്കും കൊടുക്കുകയാണ് ലഡു എന്നും പറഞ്ഞിട്ട്. അന്നേരം ഇത്ര സന്തോഷമൊന്നും വേണ്ട, 2 മാസത്തെ ലീവിലാണ് രാമേട്ടൻ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ താൽക്കാലിക ജോലിയാണെന്ന് പറയുമ്പോൾ എന്നാലും എനിക്കിത് കിട്ടിയല്ലോ, അതുകൊണ്ട് രാമേട്ടൻ ഉള്ളത് കൊണ്ടല്ലേ കിട്ടിയത്, അദ്ദേഹത്തോട് എനിക്കെന്നും നന്ദിയുള്ളവനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഷുഗർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനുവല്ലവി ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ എടുക്കാത്തതെന്ന് പറയുമ്പോൾ എടുക്കുന്നുണ്ട്. അന്നേരം ഒന്നുകൂടി എടുത്തോ എന്ന് പറയുകയാണ്. അന്നേരം വേണ്ട എന്ന് പറയുന്നുണ്ട്. തുടർന്നല്ല മേഡത്തിന് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ലഡു കൊടുത്തിട്ട് ഞാനിനി അടി വാങ്ങണോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല എന്ന് സാരമില്ല എന്ന് പറയുമ്പോൾ മേഡത്തിൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ചെല്ലെന്ന് പറയുമ്പോൾ നല്ല പ്രോത്സാഹനമാണല്ലോ, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പേടിയെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ഒരു കോമഡി സീൻ പോലെയാണ് കാണിക്കുന്നത്. അന്നേരം എന്നാലും മാഡം ചിലപ്പോൾ ലഡു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ എന്ന് പറയുകയാണ്. ഒന്നുമില്ലെങ്കിലും മധുരം കഴിക്കാനല്ലേ എന്ന് പറയുമ്പോൾ ആ മധുരം ജീവാമൃതം എന്നൊക്കെ പാട്ടൊക്കെ ഉള്ളതല്ലേ, എന്തായാലും പോയി നോക്കാമല്ലേ മാഡം എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ നേരെ അങ്ങ് ക്യാബിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊരു പാക്കറ്റ് ലഡു ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഓഫീസിനകത്തേക്ക് കയറുന്നതിനെല്ലാം മര്യാദയൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അയ്യോ മുട്ടാൻ മറന്നുപോയി, സോറി മാഡം, ഇനി ഞാൻ തിരിച്ചു പോയിട്ടൊന്ന് മുട്ടിയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കടുപ്പിച്ച് പറയുകയാണ്. തുടർന്ന് എന്താ വിശേഷിച്ച്, തൻ്റെ ഭാര്യ പ്രസവിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ലഡു ഒക്കെ വിതരണം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു തിരിച്ച് അതേപോലെ സംസാരിക്കുന്നുണ്ട്. അതൊരു 6 വർഷം മുന്നേ കഴിഞ്ഞതാണ് മാഡം, ഒന്നല്ല 2 പേരുണ്ട്, ഇരട്ട കുട്ടികളാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജോലി കിട്ടിയതിൻ്റെ ചിലവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് ശമ്പളം കിട്ടുമ്പോൾ ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല, എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ആർത്തിക്കാരിയാണ്, ശമ്പളം കിട്ടുന്നത് നോക്കി അവിടെ ഇരിക്കും, ചെന്ന് കയറുമ്പോഴേ കുത്തിന് പിടിച്ചത് മൊത്തം അങ്ങ് വാങ്ങും, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് അങ്ങ് പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് പിന്നെ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് എന്നാൽ പിന്നെ ഇത് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല മാഡം ലഡു എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പാക്കറ്റോടെ അവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് മാഡത്തിന് തോന്നുമ്പോൾ ഇഷ്ടാനുസരണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് വിഷ്ണു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പോകാൻ ഇറങ്ങിയിട്ട്. എന്താ പോകുന്നില്ലേ എന്നിങ്ങനെ ശാലിനി ഒന്നുകൂടെ ചോദിക്കുകയാണ്. എന്തേ പോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കളക്ടർ മോളെ എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശാലിനി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വിഷ്ണു വണ്ടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതിന് മുന്നേ പറയുന്നുണ്ട് അവിടെ കാണണം, ചിലപ്പോൾ ഒന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ ശരി മാഡം ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്ത് ജോൺ അബ്രഹാമും അവിടെ വെളിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരമാണ് വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. അന്നേരം ജോൺ അബ്രഹാം ഷേഖാൻ്റെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ആളോട് പറയുന്നതാണ് സാർ വണ്ടി ഒന്ന് മാറ്റിയിടണം, മാഡത്തിന് ഇപ്പോൾ ഇറങ്ങേണ്ടി വരുമെന്ന് പറയുകയാണ്. അന്നേരം ഞാനിപ്പോൾ ഇറങ്ങുമെന്ന് ഈ വന്നയാൾ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ജോൺ പറയുന്നുണ്ട് താക്കോൽ അങ്ങ് കൊടുത്താൽ മതി, അവൻ മാറ്റിയിട്ടോളും എന്നിങ്ങനെ അങ്ങ് സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് ഇയാളാണെങ്കിൽ ജോണിൻ്റെ താക്കോൽ കൊടുക്കുകയാണ്. ജോണാണെങ്കിൽ താക്കോൽ ഇങ്ങനെ വിഷ്ണുവിന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. പക്ഷെ അത് ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് തറയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വിഷ്ണുവിന് നേരെ ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ വിഷ്ണു സ്വയം നിയന്ത്രിച്ച് അത് എടുത്തിട്ട് വണ്ടി മാറ്റിയിടാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്തണം, താക്കോൽ എറിഞ്ഞു കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അവൻ എന്താ ചെയ്യട്ടെ, അവൻ അവൻ്റെ പണിക്ക് പോട്ടെ, നമുക്കെന്താ എന്ന് പറഞ്ഞിട്ട് ഈ വന്നയാളിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ശാലിനിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ അതിൽ നിന്ന് ഒരു ലഡു എടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് വന്നപ്പോഴാണ് കയറി വരുന്ന കണ്ടിട്ട് ലഡു അങ്ങ് തിരിച്ച് പാക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം
എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അന്നേരം ഇരിക്കാൻ പറയുമ്പോൾ അയാൾ ഇരിക്കുന്നുണ്ട്, ജോൺ നിൽക്കുകയാണ്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ മേഡം ആ ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നിങ്ങനെ പറയുകയാണ്. ജോൺ പറയുന്നുണ്ട്, അന്നേരം എൻ്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ, അത് എൻ്റെ അനുമതിയോടുകൂടി അതവിടെ പണിയില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലാ പ്രസിഡന്റിന് ദേഷ്യം വരികയാണ്. പുള്ളി പറയുന്നുണ്ട്, നിങ്ങളെന്താ വ്യവസായത്തെ നിരുത്സാഹപ്പെടുത്തുകയാണോ, വാണിജ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങ് പറയുന്നത് നിങ്ങൾക്കതവിടെ ഉയർന്നേ തീരൂ എന്നുള്ളെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചോ, പക്ഷെ ഞാനും ശ്രമിക്കാം അതവിടെ ഉയരാതിരിക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇയാൾ കുറേയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കടൽ കടന്നു പോകുന്ന പ്രവാസികൾ പണം മുടക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ഇവിടെ കെട്ടിപ്പോകുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കാൻ ഒക്കില്ല എന്നുള്ളതൊക്കെ ശാലിനിയോടെ പറയുകയാണ്. അന്നേരം ഒരുപാട് പേരുടെ അന്നമാണ് ഒരുപാട് പേർക്ക് അന്നമാണ് ലഭിക്കുന്നത് ആ ഫ്ലാറ്റ് അവിടെ ഉയരുന്നതിലൂടെ എന്നിങ്ങനെ ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ, നിങ്ങളടക്കം ഒരു 2-3 പേർക്കുള്ള ആജീവനാന്തമുള്ള അന്നത്തിനുള്ള വകയായിരിക്കും, പക്ഷേ മുതൽ മുടക്കുന്നവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അതിൽ താമസിക്കാൻ പോലും പറ്റില്ല എന്ന്. പിന്നെ നിങ്ങൾ ഈ വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറയുന്നല്ലോ. അങ്ങനെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളിൽ തുരുമ്പെടുത്ത് ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടിക്കിടപ്പുണ്ട്, അങ്ങനെ കുറേയേറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്നങ്ങ് പ്രസംഗിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റുകൾ നിലം പൊത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിനെന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് തുരുതുരാ പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരികയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇതിന് നിങ്ങൾ കനത്ത വില കൊടുക്കേണ്ടി വരും, വിളിച്ചു വരുത്തി അപമാനിച്ചതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, നിങ്ങളിവിടെ വന്ന് ഈ ഷോ കാണിച്ചതിന് ഒരു തറ ടിക്കറ്റ് പോലും ഞാൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതൊരു കാട്ടുതീയായിട്ട് പടരും എന്ന് പറയുകയാണ്. അന്നേരം ഇതൊരു കാട്ടുതീയൊന്നും ആയിട്ടല്ല, പണ്ടൊക്കെ കാലത്ത് പിടിച്ചുകൊണ്ടിരുന്ന കുറ്റിച്ചൂട്ടില്ലേ അതിൻ്റെ ഒരു വിലയെ ഞാൻ കൽപ്പിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ ശാലിനി ഒരുപാട് ഭീഷണിപ്പെടുത്തിയൊക്കെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം കൂടി നിങ്ങൾ ഇവിടെ നിന്ന് നാവാടിയാൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറെ ശാലിനി വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ ഒറ്റ കേസിന് ഞാൻ നിങ്ങളെ പിടിച്ച് അകത്തിടും എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് കാണാം എന്നിങ്ങനെ അയാളും പറയുന്നുണ്ട്. അന്നേരം ജോൺ ഇങ്ങനെ പോവാന്ന് വിളിക്കുകയാണ്. അന്നേരം കാണണം, ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ ശാലിനിയും അതേ ബീറും വാശിയോടുകൂടി സംസാരിക്കുമ്പോൾ ഇയാളും ജോണും കൂടി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ പതിയെ നടന്ന് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വാതിലിങ്ങനെ തള്ളി തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് അന്നേരം അവിടെ ഫാമയും തിരിച്ചെത്തിയിട്ടില്ല, ഫാമയും പൊന്നിയും തിരിച്ചെത്തിയിട്ടില്ല. തുടർന്ന് രാഘവൻ നായർ ആ റൂമിലേക്ക് എത്തിയിട്ട് പോക്കറ്റിൽ നിന്നും ആ പേപ്പർ എടുത്ത് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് വീണ്ടും വീണ്ടും വായിക്കുകയാണ്. എന്നിട്ട് ഇത് അലമാരി തന്നെ വെക്കാം, ഫാമ വീട്ടാവശ്യത്തിന് ഇവിടെ നിന്നാണ് കാശെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അലമാരി തുറന്നിട്ട് ആ സാരികൾക്കിടയിൽ അതിങ്ങനെ വെക്കുകയാണ്. അന്നേരം തുറക്കുമ്പോൾ തന്നെ കാണണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട്, അന്നേരം ഫാമ എന്താ വൈകുന്നത് എന്ന് പറഞ്ഞിട്ട് മുമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മകളാണെന്നുള്ളത് ഫാമ എത്രയും പെട്ടെന്ന് അറിയണം, ഞാൻ മറന്നു പോകുന്നതിന് എത്രയും പെട്ടെന്ന് പറയണം, ഇവളെന്താ വൈകുന്നതെന്നും പറഞ്ഞ് ഇന്ന് ഗേറ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പൊഞ്ഞ് വരുന്നുണ്ട്. അന്നേരം ഫാമ എവിടെയും ചോദിക്കുമ്പോൾ പിന്നാലെ വരുന്നുണ്ട് സത്യാമ്മ. ആ ക്ഷേത്രം പ്രസിഡന്റ് എന്തോ പറയാനായിട്ട് വിളിച്ചു നിർത്തി, ഞാൻ ഇങ്ങ് പോകുന്നു എന്നും പറഞ്ഞിട്ട് പൊഞ്ഞകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം പെട്ടെന്ന് അറിയിക്കണമെന്നും പറഞ്ഞ് രാഘവൻ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സത്യഭാമ വരുന്നത് നോക്കിയിട്ട്. തുടർന്ന് ഫാമ എത്തുന്നുണ്ട്. അന്നേരം ഗേറ്റ് കടന്ന് വരുമ്പോഴേ ഫാമയെ പെട്ടെന്ന് പോകാമെന്ന് വിളിക്കുകയാണ്. അന്നേരം എന്താ രാഘവേട്ടാന്ന് പറഞ്ഞ് സത്യഭാമ വരുന്നുണ്ട്. എനിക്ക് നിന്നോട് സന്തോഷമുള്ളൊരു വർത്തമാനം പറയാനുണ്ടെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ അത് പറയാം, അത് കേട്ടിട്ട് ഇനി എന്തോ ഉള്ളൂ എന്ന് പറയുമ്പോൾ, നമ്മുടെ വിഷ്ണുവിൻ്റെ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ IG ഹമീദിൻ്റെ വണ്ടിയാണെങ്കിൽ അവിടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഹമീദ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ, വിഷ്ണു എവിടെ, വിഷ്ണുവിനെ വിളിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് പൊന്നി അവിടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ സാറേ കാര്യം സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ വിളിക്കത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതല്ല, അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എങ്കിൽ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഹമീദ് പറയുന്നുണ്ട്, അബൂബക്കറിൻ്റെ മകൻ നസീറിനെ കാണാതായത് കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ വെച്ചാണ്. അന്നേ ദിവസം വിഷ്ണു ആണെങ്കിൽ നൂർജഹാനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നസീറിനെ ആരും ജീവനോടെ കണ്ടിട്ടില്ല, അതിന് സംശയം വിഷ്ണുവിനെ ആണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നിങ്ങനെ അത് കണ്ടെത്തേണ്ടത് പിന്നെ അവിടെ പോസിബിളായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ അന്ന് നൂർജഹാനെ രക്ഷപ്പെടുത്താൻ ചെല്ലുമ്പോൾ നസീറിനെ കണ്ടിട്ടുണ്ടാകാം. 1-2 പറഞ്ഞ തങ്ങളിൽ വാക്കുതർക്കം ഉണ്ടായിരിക്കാം. കയ്യിൽ കിട്ടി എന്തോ വെച്ച് നസീറിനെ വിഷ്ണു ഉപദ്രവിച്ചിട്ടുണ്ട്, അതാണ് അവിടെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരും സത്യഭാമയും ഒക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, പൊന്നിയൊക്കെ. അന്നേരം സാറേ, എൻ്റെ മകൻ ഒരാളിനെ കൊല്ലാനുള്ള ചങ്കുറപ്പൊന്നുമില്ല, അവനൊരു പാവമാണ് സാർ, അങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ സമയം മെനക്കെടുത്തേണ്ട, സമയം കളയണ്ട എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ, സമയത്തിൻ്റെ കാര്യത്തിൽ ഞാനും കണിശക്കാരനാണ്, എന്തായാലും അവനെ കണ്ടെത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും, വിഷ്ണുവിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ നമ്പർ എന്ന് ആലോചിച്ചിട്ട്, പക്ഷേ നമ്പർ പറയുന്നുണ്ട്
നോക്കുന്നുണ്ട് രാഘവൻ നായർ. പെട്ടെന്ന് പറഞ്ഞൊപ്പിക്കണം. അവസാനം 5 ആണോ 6 ആണോ എന്നൊക്കെ സംശയം ചോദിച്ചിട്ട് അവസാനം 5 എന്ന് തന്നെ രാഘവൻ നായർ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അന്നേരം ഹമീദ് അത് ഡയറി ചെയ്തിട്ട് ദേഷ്യപ്പെടുകയാണ്. താനെന്താണോ ആളിനെ കളിയാക്കുകയാണോ, പോലീസിനെ കളിയാക്കുന്നു, ഇതേതോ റിസോർട്ടിൻ്റെ നമ്പറാണല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായരോട് ചൂടാകുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ആളെ സാറേ അല്പം ഓർമ്മക്കുറവുള്ള ആളാണ്, നമ്പർ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ പറയുന്നുണ്ട്, അവൻ എവിടെയായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും, കുഴിച്ചു മൂടിയതെല്ലാം ഉഴുതുമറിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടേ ഞാൻ ഈ കേസ് അവസാനിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വിഷ്ണുവിൻ്റെ സംശയമാണ് വിഷ്ണു ആണ് ചെയ്തത് എന്നവിടെ ഹമീദ് അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അന്നേരം ഇത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്കൊക്കെ പേടിയാവുന്നുണ്ട്, രാഘവൻ നായർക്കൊക്കെ. രാഘവൻ നായർ ആകെ അങ്ങ് വിയർത്തൊക്കെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഹമീദ് അങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, ഈശ്വര ഒരു കാലത്തും മനസ്സമാധാനം തരില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാമ ഇങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇനി അടുത്ത സീനിൽ സത്യഭാമ ചോദിക്കും രാഘവേട്ട എന്താ പറയാൻ വന്നതെന്ന്. പക്ഷേ അന്നേരം രാഘവൻ നായർ അതങ്ങ് മറന്നു പോകും, പറയാനായിട്ട് കഴിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ രാഘവൻ നായർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ഭാമേനെ എന്ന് കാണാനാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത് തന്നെ ചെന്നെടുക്കുമ്പോൾ കാണുമോ അതേ പിന്നീട് എപ്പോഴെങ്കിലും അത് കാണത്തുള്ളൂ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇനി വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ശാലിനി പോകുന്നതൊക്കെയാണ്. ശാലിനി ആകപ്പാട് ദേഷ്യം പിടിച്ചാണ് പോകുന്നത്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും വിഷ്ണുവും ജോൺ അബ്രഹാമായിട്ട് ചെറിയൊരു വശവിഷയമൊക്കെ ഉണ്ടാകും. അതിനുശേഷം ശാലിനിക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഇനി അടുത്തടുത്ത എപ്പിസോഡിലാണ്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.